ചെറുപ്പകാലത്ത് മാമച്ചൻ സാറിൽ നിന്ന് തുടങ്ങിയ പരിശീലന കളരി മുതിർന്ന തലമുറയുടെ വലിയൊരു ശിക്ഷണവും സാന്നിധ്യവും ഒക്കെയാണ് ഇന്ന് ദേശീയ പരിശീലകനായി രംഗത്തെത്താനായിട്ടുള്ള അവസരങ്ങൾ സമ്മാനിച്ചത്. വരും തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് കുറവലങ്ങാട് കേന്ദ്രീകൃതമായി എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കുറവലങ്ങാട് കേന്ദ്രീകൃതമായിട്ടൊരു ബാസ്കറ്റ്ബോളിന് ഉയർച്ച കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ വർഷം ഈ യൂത്ത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കുറവലങ്ങാട്ട് നടത്താനുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മുൻ തലമുറയായിട്ട് ആലോചിച്ച് എല്ലാവരുടെയും സഹകരണത്തോടെ നല്ല രീതിയിൽ ഏകദേശം കേരളത്തിൽ ഇപ്പം 29ാമത്തെ യൂത്ത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് കുറവലങ്ങാട് കഴിഞ്ഞത്. അത് അന്ന് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടിരുന്ന ശ്രീ PJ സണ്ണി സാർ ഇവിടെ വെച്ച് പറയുകയുണ്ടായി. സാറ് 29 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പോലും കേരളത്തിൽ മിസ് ചെയ്യാത്ത ഒരാളാണ്. കേരളം കണ്ട ഏറ്റവും നമ്പർ 1 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് കുറവലങ്ങാട്ട് വെച്ചാണ് 29ാമത് യൂത്ത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അപ്പൊ കുറവലങ്ങാടിന് ഒരു ബാസ്കറ്റ്ബോൾ പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ നമുക്ക് നടത്താൻ എല്ലാ ആൾക്കാരുടെയും സഹകരണം സീനിയർ പ്ലേയേഴ്സിന്റെ ഉണ്ട്, ഞങ്ങളുടെ ഒറ്റ കൈയായിട്ട് നിന്നാണ് അത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഒരു കോർട്ട് പണിയാൻ വേണ്ടി പറ്റിയത് സ്കൂളിന് ഒരു കോർട്ട് പണിത് കൊടുത്തു. അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് നടത്തി ഏകദേശം 10-12 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നത്. അത് കുറവലങ്ങാട് ഉള്ള സ്ഥലത്ത് ബാസ്കറ്റ്ബോൾ എന്നൊന്നും ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കാത്ത ഒരു സ്ഥലത്ത് അത് നടത്താൻ വേണ്ടി സാധിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം സഹകരണം. വലിയൊരു പ്രതിസന്ധിയും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കേണ്ടിയിരുന്നു എങ്കിലും അതിനെല്ലാം മറികടന്ന് ശരിക്കും ദേശീയ തലത്തിൽ എന്ന് പറയാവുന്ന രീതിക്ക് ശ്രദ്ധ പിടിച്ചു പറ്റിയ വലിയൊരു മത്സരമാണ് കാഴ്ചവെച്ചത്. ശരിക്കും കുറവലങ്ങാട്ടെ കായിക പ്രേമികൾ പ്രത്യേകിച്ച് ബാസ്കറ്റ്ബോൾ പ്രേമികൾ കുറവലങ്ങാട്ട് സ്വപ്നം കാണുന്നത് ഈ അടുത്ത വർഷം തീർച്ചയായും കഴിഞ്ഞ തവണ നടത്തിയ യൂത്ത് ബാസ്കറ്റ്ബോൾ സംസ്ഥാനതല ക്യാമ്പിന് മത്സരത്തിന് തുടർച്ചയായി ഏറ്റവും ചുരുങ്ങിയത് ജൂനിയർ ലെവലിലുള്ള ഒരു മത്സരം, സംസ്ഥാനതല മത്സരം അല്ലെങ്കിൽ സീനിയർ തലത്തിലുള്ള ഒരു മത്സരം കുറവലങ്ങാട്ട് എത്തും എന്നാണ്. ഇതിനുള്ളൊരു സാധ്യതയുണ്ടോ? ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ വിലയിരുത്താൻ കഴിയുമോ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ അത്ര നല്ലൊരു ചാമ്പ്യൻഷിപ്പ് കുറവലങ്ങാട്ട് നടത്തിയ സ്ഥിതിക്കും നമുക്കൊരു നല്ല കോട്ട ഇവിടെ സമ്മാനിക്കാൻ സാധിച്ച സ്ഥിതിക്കും ഏറ്റവും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി വന്ന ഏറ്റവും വലിയൊരു ഈ ചാമ്പ്യൻഷിപ്പ് നടത്താൻ ഇതിനൊരു അവസരം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ കുറവലങ്ങാട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട സ്കൂളിൽ ഒരു കോട്ട പണിയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു പള്ളിയിലെ വികാരിയച്ഛൻ, പള്ളിയുടെ കമ്മിറ്റി, അതുപോലെ തന്നെ സ്കൂളിലെ അധികാരികൾ, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പള്, അവിടുത്തെ ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, എല്ലാവരുടെയും അത് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് എല്ലാവരും ഒരേ മനസ്സിൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്കൊരു കോട്ട ചെയ്യാൻ വേണ്ടി പറ്റിയതും നല്ല രീതിയിൽ ചാമ്പ്യൻഷിപ്പ് നടത്താൻ വേണ്ടി പറ്റിയതും. ഇനിയും തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിച്ചു. അന്ന് തന്നെ ഞങ്ങൾ പിരിയുന്നതും അതിന്റെ ലാസ്റ്റ് മീറ്റിംഗ് പള്ളിയിലെ അച്ഛന്റെ അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ച ആ മീറ്റിംഗ് തിരിഞ്ഞ സമയത്തും അടുത്ത വർഷം ഈ സാറ് പറഞ്ഞ രീതിയിൽ ഒരു ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് എല്ലാവരും പിരിഞ്ഞിരുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് ശരിക്കും നമുക്ക് തരേണ്ടത് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ആണ്. അസോസിയേഷൻ നമുക്ക് ചാമ്പ്യൻഷിപ്പ് തരുകയും ചെയ്യുന്നു. നമുക്ക് ഇവിടെ നടത്താനുള്ള സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് നടത്താൻ വേണ്ടി പറ്റും, നടത്താൻ സാധിക്കുമെന്നുള്ള ആഗ്രഹമാണുള്ളത്. ഈ ശരിക്കും കായിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് ഏറെ പ്രക്ഷോഭിക്കുന്ന താരങ്ങളെ അവരുടെ ജീവിതം കൂടി കുറെ കൂടി സുരക്ഷിതമാക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ സംവിധാനം വിനിയോഗിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള ജോലികളിലേക്ക് അവരെ സ്വീകരിക്കുന്ന ഒരു നയം വളരെ സാധാരണമായി കാണുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കം, ഒരു ശ്രമം ഒരു തരത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ദേശീയ പരിശീലകന്റെ വേഷം കിട്ടുമ്പോൾ പോലും ഇപ്പോഴും ഒരു സ്വകാര്യ സ്കൂളിനോട് ചേർന്ന ഔദ്യോഗിക ജീവിതം നടത്തേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അതിനപ്പുറം ഒരു ശ്രമം ഉണ്ടാവാത്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ വെച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ല, ഞാൻ ആദ്യം തന്നെ അതിനകത്ത് മറുപടി ഒറ്റവാക്കി, എനിക്ക് അതിനകത്ത് ഒരു കുറ്റബോധവും ഇല്ല. ഒരു ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എനിക്കില്ല. അത് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരു നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം ബാസ്കറ്റ്ബോൾ കോച്ചായിട്ട് വരുന്ന ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർ അവര് നാഷണൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ജൂനിയർ നാഷണൽസ് അല്ലെങ്കിൽ സീനിയർ നാഷണൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, അതുപോലെ നാഷണൽ ലെവലിൽ അവർ ഏത് ഈവന്റിൽ ഏത് സ്പോർട്സ് ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്നു അതിനകത്ത് അവർക്ക് പ്രാവീണ്യം ഉണ്ടാവണം. അതിനുശേഷം അവർക്ക് NIS എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. 1 ഇയർ കോഴ്സാണ് പട്ടിയാലയിൽ വെച്ച്. ആ NIS ക്വാളിഫിക്കേഷനകത്ത് പാസ്സായ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കേരള സ്പോർട്സ് കൗൺസിലോ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്കൊരു നാഷണൽ ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഒരു ഗവൺമെന്റ് ജോലിയെ ഞാൻ ആഗ്രഹിക്കുന്നതിന് പിന്നെ എനിക്ക് കുറ്റബോധമില്ലെന്ന് പറയുന്നത്
ഇവിടെ ഉള്ള ഞാൻ ആദ്യം പറഞ്ഞു 22 കോച്ചസ് ആണ് സായിയുടെയും കേരള സ്പോർട്സ് കൗൺസിലിന്റെയും കീഴിൽ വർക്ക് ചെയ്യുന്ന കോച്ചസ് നമുക്ക് കേരളത്തിലുള്ളത്. അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കൂടുതൽ പ്ലേയേഴ്സിനെ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. താരങ്ങളെ അല്ലെങ്കിൽ ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ശരിക്കും അത് തിരിച്ചറിഞ്ഞ് അധികൃതർ അങ്ങനെ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ തയ്യാറാവേണ്ടതില്ല. അതിനകത്തൊരു ഗവൺമെന്റ് ആണല്ലോ ഒരു കണ്ടീഷൻ. പ്രത്യേകിച്ച് കായിക തലത്തിൽ പ്രവർത്തിക്കുന്ന കായിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു എന്താ ഇപ്പൊ എന്റെ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെ ഒരു ഐറ്റം എന്നേ ഉള്ളൂ. സ്പോർട്സ് ആക്ടിവിറ്റീസ് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഇപ്പൊ ബാസ്കറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലുതാണ്. ഇപ്പൊ കൊറലങ്ങാടിനെ സംബന്ധിച്ച് ഇപ്പൊ ബാസ്കറ്റ്ബോൾ മാത്രം ഉള്ളതുകൊണ്ട് ഇത് കൊറലങ്ങാടിനെ സംബന്ധിച്ച് വലുതാണ്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അതല്ലല്ലോ. ഗവൺമെന്റ് ഇഷ്ടം പോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ എനിക്ക് അതിനകത്തൊരു കുറ്റമോ അല്ലെങ്കിൽ അത് കിട്ടേണ്ടതായിരുന്നു, ഗവൺമെന്റ് അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഈ സമയം വരെ എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. ശരിക്കും കായിക രംഗത്ത് പ്രത്യേകിച്ച് ബാസ്കറ്റ്ബോൾ തലത്തിൽ അങ്ങ് നേടിക്കൊടുത്ത അത് കുറവലങ്ങാടിനോ കോട്ടയം ജില്ലക്കോ മാത്രമല്ല, കേരളത്തിന് അപ്പുറം ഇന്ത്യക്ക് തന്നെ നേടിക്കൊടുത്ത വലിയ സംഭാവനകളുണ്ട്. അങ്ങയുടെ ഒരു എളിമ കൊണ്ട് തീർച്ചയായും അതിനെ ലഘൂകരിച്ച് കാണാനും വലിയ കായിക ഭൂപടത്തിനകത്ത് ചെറിയൊരു ഭാഗം മാത്രമാണ് ബാസ്കറ്റ്ബോൾ എന്ന് മാത്രം പറഞ്ഞ് ചുരുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അങ്ങ് കുറെ കൂടി സർക്കാരിന്റെ തലത്തിലുള്ള അധികൃതരുടെ തലത്തിലുള്ള വലിയൊരു പരിഗണനയ്ക്ക് ശരിക്കും അർഹനാണ്. അതാണ് യാഥാർത്ഥ്യം. അതിനെ ഞാൻ എന്താ മറുപടി പറയുന്നത്? ഞാൻ അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഒറ്റ വാക്കിൽ തന്നെ ആദ്യം ഞാൻ പറഞ്ഞു. ഏതൊരു കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തീർച്ചയായും അവരുടെ കുടുംബ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും കലാ പാരമ്പര്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കായിക രംഗത്ത് എത്തുകയും ആ കായിക രംഗത്ത് വലിയ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി രാജ്യാന്തര തലത്തിലേക്ക് വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഒരു പങ്കാളിത്തം പ്രോത്സാഹനം ഒക്കെ എങ്ങനെയാണ്? ഒരു കായിക പരിശീലകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും എപ്പോഴും വീട്ടിൽ കാണാൻ പറ്റാറില്ല. ചാമ്പ്യൻഷിപ്പുകളായും മത്സരങ്ങളായും പരിശീലന കളരികളുമായും ഒക്കെ വീടുമായും മാറി നിൽക്കേണ്ടി വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് അവരുടെ ഒരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ? ഇത് സാറ് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ചോദിച്ചത്. കാരണം വെച്ചാൽ ഞങ്ങളെപ്പോലെ വർക്ക് ചെയ്യുന്ന കോച്ച്, എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എന്നെ പോലെ വർക്ക് ചെയ്യുന്ന കോച്ചസ് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റ് തൊട്ട് ജാനുവരി അവസാനം വരെ ടൂർണമെന്റ് സീസണാണ് കേരളത്തിൽ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുള്ളതിന്റെ ഏകദേശം കേരളത്തിൽ ഒരു 75-നും 80-നും ഇടയ്ക്ക് ഇന്റർ സ്കൂൾ ടൂർണമെന്റുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് പല ജില്ലകളിൽ വെച്ചിട്ട്. പക്ഷെ കേരളത്തിൽ ഒരു 20 ടൂർണമെന്റുകളും എല്ലാ ടീമുകളും പങ്കെടുക്കുന്ന ടൂർണമെന്റ്. 20 ടൂർണമെന്റ് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഏകദേശം ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് നമുക്ക് 5 ദിവസം എടുക്കും. ഫൈനൽ വരെ കളിച്ച് വരുന്നാൽ 5 ദിവസം, 4 ദിവസമാണ് ടൂർണമെന്റ്. ഫൈനൽസ് വന്നാൽ 5ാമത്തെ ദിവസം നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. 20 ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം കണക്കൂട്ട് എത്ര ദിവസം വീടിന് വെളിയിലായിരിക്കും. ടീം കളിക്കാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ദിവസം തൊട്ട് അവസാനത്തെ ദിവസം വരെ കോച്ച് സ്ഥലത്തുണ്ടാവണം. അപ്പൊ അത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. ഒരു വർഷത്തിന്റെ പകുതിയിൽ കൂടുതൽ, ഏകദേശം 3/4 ഭാഗത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ വർഷം ഇപ്പൊ 2 നാഷണൽസ് പോയിട്ട് വന്നു. ആദ്യം യൂത്ത് നാഷണൽസ് ഏകദേശം 21 ദിവസത്തെ ക്യാമ്പും നാഷണൽസും കൂടെ കഴിയുമ്പോൾ 35-40 ദിവസത്തോളം മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം വന്ന് അണ്ടർ 17 സ്കൂൾ നാഷണൽസ് കോർബയിൽ വെച്ച് ഛത്തീസ്ഗഡിൽ വെച്ച് നടന്നു. അതിപ്പോ കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നുള്ളൂ. അത് ഏകദേശം ഒരു 30 ദിവസത്തോളം മാറിയിരുന്നു. ഈ 2 മാസത്തിനകത്ത് 3 മാസത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ 10 ദിവസമാണ് വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റിയത്. വീണ്ടും കഴിഞ്ഞ ആഴ്ച വരുന്നു, ഈ ആഴ്ച ഇപ്പൊ ഡൽഹിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വരുന്ന പറഞ്ഞാൽ അടുത്ത ജാനുവരി ഒക്കെ ആകുമ്പോൾ തന്നെ തിരിച്ചു. ഈ സമയങ്ങളെല്ലാം വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും മാത്രമല്ല, എന്റെ ഫാദർ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളും വീട്ടിലുണ്ട്. എനിക്ക് വീട്ടിലെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി സമയം കാര്യങ്ങളും കിട്ടുന്നില്ല. എല്ലാം വൈഫ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നു. പിന്നെ എനിക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും 100% ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കോട്ടയത്താണ്, അറിയാം. 32 കിലോമീറ്റർ ഉണ്ട് പോയി വരാൻ വേണ്ടി. ഞാൻ എല്ലാ ദിവസവും പോയി വരുവാണ്. വീട്ടിൽ നിന്ന് 5:45 ഇറങ്ങണം. കോച്ചിങ്ങിന്റെ സമയം രാവിലെ 7 മണി തൊട്ട് 9 മണി വരെയാണ്. 7 മണിക്ക് മുമ്പ് എനിക്ക് സ്കൂളിലെത്താൻ വേണ്ടി പറ്റണമെങ്കിൽ ഇവിടുന്ന് 5:45 ഇറങ്ങണം. വൈകുന്നേരം തിരിച്ചു വരുന്നെന്ന് പറഞ്ഞാൽ അവിടെ 6 മണിക്ക് ഇറങ്ങും. ഇവിടെ വരുമ്പോൾ 8 മണിയാവും. ഈ ശനിയാഴ്ച ഞായറാഴ്ച എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഈ രീതി പൊക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വീട്ടിലുള്ളതും ഇല്ലാത്തതും ഏതാണ്ട് ഒരുപോലെയാണ്. പുതിയ ലക്ഷ്യം ശരിക്കും ബാസ്കറ്റ്ബോൾ രംഗത്തേക്ക് കൂടുതൽ താരങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. മൗണ്ട് കാർമൽ കേന്ദ്രീകൃതമായാണെങ്കിലും പുതിയ ലക്ഷ്യങ്ങളും പദ്ധതികളും എന്തൊക്കെയാണ് പുതിയത്? പുതിയ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൗണ്ട് കാർമൽ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മൗണ്ട് കാർമൽ സ്കൂള് കോട്ടയം ജില്ലയുടെ ടൗണിനകത്ത് ഇരിക്കുന്ന ഒരു സ്കൂളാണ്.
അവിടെ എല്ലാ രീതിയിലുള്ള കുട്ടികൾ അവിടെ വരുന്നുണ്ട്. സാധാരണക്കാരൻ്റെ കുട്ടി, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു 400 കുട്ടികളോട് ഉച്ചക്കഞ്ഞി കുടിക്കുന്ന കുട്ടികളുണ്ട് ആ സ്കൂളിൽ. പിന്നെ അതുപോലെ തന്നെ നല്ല ലെവലിൽ സ്റ്റാൻഡേർഡ് ജീവിതത്തിൽ പോകുന്നവരുണ്ട്, നല്ല സാമ്പത്തികപരമായിട്ട് മേളിലോട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ലെവലിലുള്ള കുട്ടികളെ ഞാൻ കോച്ച് ചെയ്യുന്നു. പക്ഷെ സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മീഡിയം ലെവലിലുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുള്ളൂ. കാരണം ഇത് കുറച്ച് കഷ്ടപ്പാട് സഹിക്കണം, ബുദ്ധിമുട്ടാനും എന്ത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ പിള്ളേർക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പറ്റൂ. കഠിനമായിട്ടുള്ള അധ്വാനം ഇല്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മനസ്സെന്ന് പറയാൻ അത്യാവശ്യം വീട്ടിലാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന കുട്ടികളെ ഒരു ഗ്രൗണ്ടിൽ വന്നാണെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയില്ല. അപ്പം അതെന്ന് പറയുന്നത് എപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന കുറവലങ്ങാട് പോലെ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന പിള്ളേർ എപ്പോഴും നല്ല ലെവലിലോട്ട് വരാൻ വേണ്ടിയുള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്നതിന്റെ ഒരു 25% എന്റെ ബാഡൻ കുറച്ച് ഞാനിവിടെ 75% വർക്ക് ചെയ്താൽ അതിനേക്കും കൂടുതൽ റിസൾട്ട് എനിക്ക് കുറലങ്ങാട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത അത് ഗ്രാമത്തിന്റെ ടൗണും ഗ്രാമമായിട്ടുള്ളൊരു പ്രത്യേകത എപ്പോഴും ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് എല്ലാ രീതിയിലും നോക്കിയോ, ഇന്റർനാഷണൽ ലെവലിലെ ബാക്കിയുള്ള രീതികളെല്ലാം വന്നേക്കുന്ന നല്ല ലെവലിലോട്ട് വന്നേക്കുന്ന കുട്ടികളെല്ലാം ഗ്രാമങ്ങളിൽ നിന്ന് വന്നേക്കുന്നതായിരിക്കും. PT ഉഷ, ഷൈനി വിൽസൺ, അതുപോലെയുള്ള ഗീതു അന്ന ജോസ്, പൂജാമോൾ കേസ്, ഈ പറയുന്ന ആൾക്കാരെല്ലാം ഗ്രാമപ്രദേശം, കോട്ടയത്തിന്റെ അല്പം ഉൾപ്രദേശത്തു നിന്ന് വന്നേക്കുന്ന കുട്ടികൾ അതൊക്കെ. അപ്പൊ അത് എപ്പോഴും ഒരു കഷ്ടപ്പെടാൻ വേണ്ടിയുള്ള മനസ്സുള്ള കുട്ടികളെ മാത്രമേ ഈ ഫീൽഡിൽ രക്ഷപ്പെടുത്തുള്ളൂ. കായിക രംഗത്ത് ഏറെ കടന്നു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രാമവിശുദ്ധിയിൽ നിന്ന് കടന്നു വരുന്ന കഠിനാധ്വാനത്തിന് തയ്യാറായിട്ടുള്ള ആളുകളാണ് എന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രവും ഏതാണ്ട് ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. നിലവിൽ കടന്നു വന്ന കായിക താരങ്ങളെല്ലാം ഏതാണ്ട് അത്തരത്തിലായിരിക്കുകയും ചെയ്തിരുന്നു. പുതിയ ദേശീയ പരിശീലകനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് മൗണ്ട് കാർമലിലെ ജോലികൾ ക്രമീകരിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. മൗണ്ട് കാർമലിലെ ജോലികളും ക്രമീകരിച്ചുകൊണ്ട് പോകണം. ഞാൻ കടന്നു വന്ന സ്ഥലം എനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം അത് രണ്ടും കൂടെ ഞാൻ പോകുന്ന സമയത്ത് ഒത്തിരി ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് വേറൊരാളെ പകരത്തിന് ഏൽപ്പിക്കണം. കുറച്ച് സമയമുള്ള ഇപ്പം എനിക്കൊരു ക്രിസ്മസിന്റെ ഇപ്പം പരീക്ഷ വരുന്നു കഴിഞ്ഞാൽ ക്രിസ്മസിന് ഏകദേശം സ്കൂൾ തുറക്കുന്നത് എനിക്ക് തോന്നുന്നത് December 31 സ്കൂൾ തുറക്കുന്നത്. 31 ആയിട്ടാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പൊ ഏകദേശം വരുന്ന പറഞ്ഞ ഒരാഴ്ചത്തെ ക്ലാസ് എനിക്ക് അവിടെ മിസ്സാകത്തുള്ളൂ, അവധിയുള്ളതുകൊണ്ട്. പിന്നെ ഇനിയിപ്പോ അടുത്ത ക്യാമ്പിൽ വരുമ്പോ ഒത്തിരി ദിവസം മാറി നിൽക്കണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ വേറെ ആളെ ആക്കണം. വീടിനോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുക. തീർച്ചയായിട്ടും ഈ കായിക രംഗത്ത് പ്രത്യേകിച്ച് ബാസ്കറ്റ്ബോൾ രംഗത്ത് സജീവമായതിനു ശേഷം ഓണം, ക്രിസ്തുമസ്, ഈസ്റ്റർ പോലുള്ള അവസരങ്ങളിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചേരാൻ പലപ്പോഴും കഴിയാതെ വരുന്നത്. കാരണം ഈ ഒരു അവധിക്കാലം കണക്കിലെടുത്താണ് പലപ്പോഴും പരിശീലന കളരികളും ചാമ്പ്യൻഷിപ്പുകളും ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ നെടുന്തൂണുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളെ വിട്ട് മാറി കുട്ടികളോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് ക്രിസ്മസ് പോലുള്ള സമയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ജോലിയുടെ ഭാഗമായിട്ട് പോകാണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പം ഞങ്ങളുടെ സീനിയർ നാഷണൽസ് നടക്കാൻ വേണ്ടി പോകുന്ന ലുധിയാനയെ വെച്ചാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ലുധിയാനയ്ക്ക് ടീം പോകുന്നു. ഇപ്പൊ കേരള ടീമിന്റെ മെൻ ടീമിന്റെ ക്യാമ്പ് എറണാകുളത്തും വുമൺ ടീമിന്റെ ക്യാമ്പ് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നടക്കുന്നത്. ആ ടീം കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറുന്നത് 25-ാം തീയതിയാണ്. അപ്പൊ അത് ഞങ്ങളെ മാത്രമല്ല പ്രശ്നമാക്കുന്നത്, ഈ പറയുന്ന പങ്കെടുക്കുന്ന കുട്ടികൾ, അവരെ ഇത് ബാധിക്കും. പല സമയങ്ങളിലും ഓണത്തിനും ക്രിസ്മസിനും, പ്രത്യേകിച്ച് ഈ പറയുന്ന ന്യൂ ഇയർ ആ സമയത്തായിരിക്കും, സീനിയർ നാഷണൽസിന്റെ സമയം, ക്രിസ്മസ് ഈ സമയത്തായിരിക്കും നടക്കുന്നത്. പല സമയത്തും ക്രിസ്മസ് മിസ്സാകാറുണ്ട്, ന്യൂ ഇയർ മിസ്സാകാറുണ്ട്. പിന്നെ വലിയ ഒരു പ്രശ്നമില്ലാതെ ഈ പറഞ്ഞ ഈസ്റ്റർ ആ സമയത്ത് ചാമ്പ്യൻഷിപ്പുകൾ വരാറില്ല. ചില സമയങ്ങളിൽ ഓണത്തിന്റെ സമയത്ത്, ക്രിസ്മസ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു 75-80% മിസ്സാവും സാധാരണ. അത് ഞങ്ങൾക്ക് കോച്ചസിന് മാത്രമല്ല, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന് ബന്ധപ്പെട്ടേക്കുന്ന ഒഫീഷ്യൽസിന് മാത്രമല്ല, പ്ലേയേഴ്സിനും അത് മിസ്സാവുന്നുണ്ട്. കായിക രംഗത്ത് ഏതാണ്ട് കഴിഞ്ഞ 4 നൂറ്റാണ്ടായി സജീവ സാന്നിധ്യമാണ് ബിജു സാറിൻ്റെത്. ഈ ഒരു ഏത് രംഗമാണെങ്കിലും സന്തോഷ സങ്കട സമ്മിശ്രമാണ് എല്ലാ അനുഭവങ്ങളും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കായിക, പ്രത്യേകിച്ച് ബാസ്കറ്റ്ബോൾ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം, ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു സംഭവം ഒന്ന് പങ്കുവയ്ക്കാൻ കഴിയും?